പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചക്കച്ചോള മാത്രമല്ല, ചക്കയുടെ ആന്തരിക ഭാഗങ്ങളൊക്കെ നമുക്ക് ഭക്ഷണത്തിന് ഉപയോഗപ്പെടുത്താമെന്ന് നമ്മുടെ പഴയ തലമുറക്കാർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അവരത് പല വിധത്തിലും ഭക്ഷ്യയോഗ്യമാക്കിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് അത്തരത്തിലുള്ള ഒരു വിഭവം പരിചയപ്പെടാം. അപ്പോൾ വറുത്തരിശ്ശേരി അല്ല, ചക്കക്കൂട്ടെരിശ്ശേരി എന്ന് പറയുന്ന വിഭവമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഒരിത്തിരി നേരം പണിയെടുക്കണം, എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്ക വിഭവമാണ്. അപ്പോൾ നമുക്കതിൻ്റെ പണിപ്പുരയിലേക്ക് പ്രവേശിക്കാം. ചക്ക ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ തന്നെ എന്ത് രസമല്ലേ. നമുക്ക് വലുത് നോക്കി ഒന്ന് വിളവെടുക്കാം. അങ്ങനെ അതിനെ വെട്ടിമുറിച്ച് ചുളകളാക്കി അതിൻ്റെ ആന്തരിക ഭാഗങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കാവുന്നതൊക്കെ എടുത്ത് ഇന്നൊരു പ്രത്യേക വിഭവം തയ്യാറാക്കാൻ വിചാരിക്കുകയാണ്. ചക്കച്ചുള കുറച്ച് വേണം, അതരിഞ്ഞു വെച്ചു. കുറച്ച് മതി ചക്കച്ചുള. പിന്നെ നമ്മൾ എടുക്കുന്നത് ചക്കയുടെ ഈ ചക്കച്ചുള ഇടിപ്പിക്കുന്ന ഒരു ഭാഗമില്ലേ, ഉരുണ്ടിട്ടുള്ള ചക്കക്കൂഞ്ഞിൽ എന്നാണ് നമ്മൾ പറയുക. എല്ലാ നാട്ടിലും അതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ചക്കക്കൂഞ്ഞലെടുത്തിട്ട് ചതുര കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. അതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. 2 കപ്പുണ്ടത്. ഒരു 10 ചക്കക്കുരും കൂടി മുറിച്ചിട്ട് വട്ടത്തിൽ മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ചക്കച്ചുള അതും അതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് കുറവേ ഇടാവൂ. നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കയുടെ ഈ ചക്കക്കൂഞ്ഞിലാണ് ഇതിൽ പ്രധാനം. അത് ഭക്ഷ്യയോഗ്യമാണ് എന്ന് പലർക്കും അറിയില്ല. ഇത് നമ്മൾ നല്ല ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിക്കുക ചക്കക്കൂഞ്ഞൽ. എന്നിട്ട് അതൊക്കെ കൂടി ഒന്നാക്കി വയ്ക്കുക. ചക്കക്കുരുവും ചെറുതായിട്ട് തന്നെ മുറിച്ചിടണം, കുറച്ചേ അത് വേണ്ടു. അപ്പം എല്ലാം കൂടെ ഒരു ബൗള്. ഒരു ബൗള് നിറയെ. ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കറിൽ വേവിക്കുക. അന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ ചട്ടിയൊന്നും അതിന് ഉപയോഗിക്കുന്നില്ല. ഇത് അരിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. വെന്ത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ എരിശ്ശേരി ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. വറുത്തരിശ്ശേരിയല്ല, തേങ്ങ വറുത്തതിലേക്ക് ഇടുന്നില്ല. നമ്മൾ തേങ്ങയും മുഴുവൻ മല്ലിയും ഉണക്കമുളകൊക്കെ കൂടി വറുത്തിട്ട് അരച്ചിട്ട് ഇതിലിടുന്നു. ഒരു നുള്ളു കുരുമുളകൊക്കെ കൂടി വറുത്തരച്ചിട്ട് ഇതിലേക്ക് ഇടുന്നു. ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ലേശം മുളക് പൊടി ഇടുന്നുള്ളൂ. നമ്മൾ മുളക് അരച്ചിടുന്നുണ്ട് ഇതിൽ. പിന്നെ കുറച്ച് കുരുമുളകും വറുത്തരയ്ക്കാൻ ഇടുന്നുണ്ട്. അതുകൊണ്ടത് പേരിന് മാത്രമേ മുളക് പൊടി ഇടുന്നുള്ളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു 4-5 വിസിൽ വരെ വേവിക്കുക. നന്നായിട്ട് വേവണം. ഈ ചക്കക്കൂഞ്ഞിലൊക്കെ വെന്തിട്ട് ഇങ്ങനെ നല്ല പദം വന്നിട്ടുണ്ടാവും. ഭയങ്കര ടേസ്റ്റായിരിക്കും. പിന്നെ അത് കുക്കറിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തയ്യാറാക്കിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരമുറി തേങ്ങ, ഒരു 3-4 ഉണക്കമുളക്, വറ്റൽമുളക്, 2 പിടി മല്ലി, അത്ര എടുക്കണം വറുക്കാനായിട്ട്. അത് നന്നായിട്ട് വെളിച്ചെണ്ണ കൂട്ടിയിട്ട് തന്നെ വറുത്തെടുക്കണം. ഒരു വലിയ മുറി തേങ്ങ,
ഒരു 3-4 വറ്റൽമുളക്, 2 കൈപ്പിടി മല്ലി. ഇത്രയും സാധനം നമ്മൾ ഇങ്ങനെ തന്നെ വറുക്കണം. പൊടിയിട്ടാൽ ആ യഥാർത്ഥ ടേസ്റ്റ് കിട്ടില്ല. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. ഇതിലേക്ക് ഒരു നുള്ളു കുരുമുളകും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. 3 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി വെളിച്ചെണ്ണയിൽ വറുത്ത് നമ്മൾ എടുക്കുകയാണ്. നന്നായിട്ട് ബ്രൗണായിട്ട് ഒരു കളറായിട്ട് മാറണം. തേങ്ങ മാത്രം വറുത്തിടുന്ന വറുത്തരിശ്ശേരിയല്ല, ഇത് അരക്കിയാണ് വറുത്തിട്ട്. ഒറ്റ മസാലയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ചിക്കൻ മസാല അതുപോലത്തെ യാതൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ചക്കക്കൂട്ട് എരിശ്ശേരി എന്ന് അതിന് പറയാം. വറുത്ത് അരയ്ക്കണം, നന്നായിട്ട് തന്നെ അരയ്ക്കണം. എന്നിട്ട് നമ്മൾ പിന്നെ കടുക് വറുത്തത് ഇടും. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, അത്രയാണ് അതിലേക്ക് വറുത്തിടുന്നത്. ചക്ക നന്നാക്കേണ്ട പണിയല്ല, ഇത് കഴിഞ്ഞാൽ നമുക്കിത് തയ്യാറാക്കൽ. നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുക്കണം. വറുത്തിടുമ്പോഴും ഇടണം, അല്ലാതെയും കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതീവ രുചികരമായൊരു വിഭവമാണ്. കുറച്ച് നേരത്തെ അധ്വാനമുണ്ട് ഇത് അരിഞ്ഞെടുക്കലും കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കൽ, അതൊക്കെ നല്ല കുറച്ചൊരു പണിയുള്ള കാര്യങ്ങളാണ്. ഉണ്ടാക്കിക്കഴിഞ്ഞാലോ അത്ര രുചികരമായൊരു വിഭവമാണത്. നമുക്ക് അതൊരു സെർവിങ് ഡിഷിലേക്ക് പകർന്ന് നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് എടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഒരു പഴയ വിഭവമാണ്, പണ്ട് കാലത്ത് തൊട്ട് തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. പിന്നെ മുത്തശ്ശിമാരൊന്നും ഇപ്പം അങ്ങനെ ചക്ക പണിക്കൊന്നും നിൽക്കാത്ത കാരണം പലതും അന്യം നിന്ന് പോയി. പിന്നെ നമ്മുടെ സ്ത്രീകൾക്ക് ഇപ്പം ചക്ക വെച്ചിട്ട് കഷ്ടപ്പെടാനൊക്കെയുള്ള മനസ്സില്ലാതായി കഴിഞ്ഞു. നമ്മൾ കുറച്ച് നേരമൊക്കെ വീട്ടിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം. എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചക്ക പറിച്ചു കൊണ്ടിരുന്നു തുടങ്ങി, ചക്ക മുറിക്കുന്നു തുടങ്ങി എല്ലാ പണിയും. എനിക്ക് പക്ഷേ അത് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. കുറേ നേരം അതിലിങ്ങനെ മുഴുകിയിരുന്ന് അത് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ കിട്ടും. നമ്മൾ ചക്കച്ചുള മാത്രം പറിച്ചെടുത്തിട്ടല്ലേ ഉപയോഗിക്കാറുള്ളൂ. മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ള ഭാഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റും എന്ന് കാണിക്കുകയാണ്. ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു വിഭവമാണ്. കാണാനും കഴിക്കാനും ഒക്കെ വളരെ രുചികരമായ ഒരു വിഭവം. ഒരു തണ്ട് കറിവേപ്പില കൊണ്ട് അലങ്കരിച്ച് നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് മാറ്റാം. എല്ലാവർക്കും വളരെ നല്ല ഒരു ഭക്ഷണം. നമ്മുടെ ജൈവ കൃഷിയിലെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹെൽത്ത് വളരെ നന്നാകും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ചക്ക വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചക്ക
യുടെ കൂട്ടുകൊണ്ടുള്ള എരിശ്ശേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്ക കാലം കഴിഞ്ഞിട്ടില്ല, മഴ നേരത്തെ വന്നതുകൊണ്ടാണ്. ഇപ്പോൾ ചക്ക കിട്ടുമ്പോൾ എല്ലാവരും അതെടുത്ത് വേണ്ട പോലെ ഉപയോഗിച്ചാൽ മാത്രം മതി. യാതൊരു വിഷാംശവും ഇല്ലാതെ നമ്മുടെ തൊടിയിൽ വിളയുന്ന ചക്ക നമുക്ക് ഭക്ഷ്യയോഗ്യമാക്കിയിട്ട് നമ്മളുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.